എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ ഒരു ലഞ്ച് ബോക്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പിള്ളേരുടെ ലഞ്ച് ബോക്സ് ഒന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ചെറുപയർ വെള്ളത്തിൽ രാത്രിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വാരി നമുക്കൊന്ന് അരിച്ച് നമുക്കത് കുക്കറിനകത്തോട്ട് ഒന്നിടാവേ. അപ്പം ഞാൻ സാധാരണ ചെറുപയർ വേവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുക്കറിനകത്ത് വെച്ചിട്ട് ഒറ്റ വിസിലടിപ്പിച്ച് നമ്മൾ അങ്ങ് തീ ഓഫാക്കി വെക്കുവേ. അപ്പോൾ അങ്ങനെ ഓഫാക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കുഴഞ്ഞു പോവുകയില്ല, നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തുമിരിക്കും. പിന്നെ ഞാനതിന് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുള്ളി, കാന്താരി, വെളുത്തുള്ളി ഇത്രയാണ് നമ്മളൊന്ന് ഒതുക്കിയെടുത്തിട്ടാണ് നമ്മൾ ചെറുപയറിന് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ജീരകമൊക്കെ അരയ്ക്കുന്നവരുണ്ടായിരിക്കും. ഞാൻ വെളുത്തുള്ളി, കുഞ്ഞുള്ളി മാത്രമേ ചേർക്കുകയുള്ളൂ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചെറുപയർ നല്ല പോലെ തന്നെ വെന്തിരിപ്പുണ്ട്. ഇനി ഒരു പാനെടുപ്പേ വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ശകലം കടുകും ഇട്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് അരഞ്ഞു പോകാതെ നമ്മളൊന്ന് ചതച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അങ്ങ് ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പിനകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച്, നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് മൂത്ത നമ്മുടെ പയറുതോരനൊന്നും വളിച്ചു പോകുകയല്ലോ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വളിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ അരപ്പൊന്ന് മൂത്ത് അതിനകത്തെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇടുക. അപ്പോൾ നമ്മുടെ ചെറുപയറിനകത്ത് ഒട്ടും വെള്ളവും ഇല്ല. അങ്ങനെ ചെറുപയർ നന്നായിട്ട് വേവിച്ചതും നമ്മുടെ അരപ്പ് നന്നായിട്ട് പച്ചമണമൊക്കെ പോയ മൂപ്പിച്ച് അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോര് കറി വെക്കാം. അപ്പോൾ മോര് കറിക്ക് വേണ്ടുന്ന തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും ചുവന്നുള്ളിയും കാന്താരിയും കൂടെയാണ് നമ്മൾ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ലപോലെ ഒരു ശകലം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി നമ്മൾ കറി ആകുമ്പോൾ ഇട്ടാൽ മതിയേ. ഇനി നമ്മളൊരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചു. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എല്ലാത്തിനും ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഉലുവായും കടുവും കൂടെ ഇട്ട് പൊട്ടിക്കണേ. അപ്പോൾ ഉലുവായും കടുവും കൂടെ ഇട്ട് പൊട്ടിക്കുമ്പം ആ ഉലുവായുടെ ഒരു ഫ്ലേവറൊക്കെ നല്ലതാണ് മോരിന്. എല്ലാവരും അങ്ങനെ ആയിരിക്കും ഇട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഉലുവായും കടുവും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വേണം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, ഞാൻ 2 കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. 2 വറ്റൽമുളകും കുഞ്ഞുള്ളിയൊക്കെ വേണം ഇടാവേ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒഴിച്ച്, നമ്മുടെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് ചൂടായി വരും. അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കും, നമ്മൾ നല്ലപോലെ കലക്കി വെച്ചിരിക്കും നമ്മുടെ തൈര് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചാറുകറി വെക്കുമ്പോൾ ഇച്ചിരി പുളിയുള്ള തൈരാണ് നല്ലത്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മോരുകറിയും റെഡിയായി. ഇനി നമ്മൾ അടുത്തത് വെക്കുന്നത് നമുക്ക് ബീഫാണ്. നമ്മളപ്പോൾ ബീഫ് വേവിച്ച് ഓൾറെഡി വൈകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എല്ലാം കൂടെ നമുക്ക് പറ്റിയല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് നമ്മളൊരു പാനെടുപ്പേ വെച്ചു. അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു മീഡിയം സൈസ് സവോള, ഞാനൊരു 1 കിലോ ബീഫാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവോള ഞാൻ ചേർത്ത് കൊടുത്തു. അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം, അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുവേ നമ്മുടെ സവോളയൊക്കെ, അതെന്ത് കറിക്കാണെങ്കിലും. അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിയും സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുത്തു. ഞാൻ 1 സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും, ഒരു സ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 1.5 സ്പൂണ് നമ്മൾ ഗരം മസാലയും, അതിനകത്തോട്ടൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും അതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് നമ്മൾ ബീഫ് തേങ്ങാക്കൊത്തൂടെയാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി നല്ലൊരു നല്ല എന്താ പറയുക ഫ്രൈ ആക്കി അങ്ങനെ പൊതുക്കി കൊടുത്തു വിടാനാണല്ലോ. അതുകൊണ്ട് അങ്ങനെ നന്നായിട്ടൊരു കുറച്ച് നേരം അടുപ്പേലിരുന്ന് നല്ലപോലെ ഒന്ന് പെരളനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വാങ്ങാൻ നേരത്ത് നമുക്കൊരു ഇച്ചിരി വേണമെങ്കിൽ ഒരു ശകലം പെരിഞ്ചീരകവും എല്ലാം കൂടെ പൊടിച്ചതും ഇട്ട് കൊടുത്ത്, ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, ശകലം പച്ച വെളിച്ചെണ്ണയും ഇച്ചിരി കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി പെരട്ടി ഇങ്ങോട്ട് എടുക്കുക. അടിപൊളി ടേസ്റ്റാണ് അത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ നമ്മൾ ബീഫും നമ്മുടെ മോര് കറിയും നമ്മുടെ ചെറുപയർ തോരനുമാണ്. ഇവിടെ പിള്ളേർക്ക് ചെറുപയർ തോരൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് പൊതി കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ മോര് അവർക്ക് വേറെ ഒരു ഡപ്പയ്ക്കകത്താണ് നമ്മൾ ഒഴിച്ച് കൊടുത്തു വിടുന്നത്. അപ്പോൾ നല്ല കുത്തിരി ചോറും, എല്ലാ ദിവസവും അവർ ചോറ് കൊണ്ടുപോകുന്നില്ല, ചോറ് കൊണ്ടുപോകുന്ന ഒരു ദിവസത്തെ ലഞ്ച് ബോക്സാണ് ഇത്. ചോറും നമ്മുടെ ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടിയും നമ്മുടെ ബീഫ്
വരട്ടിയതും പയറ് തോരനും മോരുമാണ് ഇന്ന് അവർക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പം ലഞ്ച് ബോക്സിന് ഒട്ടും ചോറ് കളയാതെ ഇന്ന് കൊണ്ടിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും ലഞ്ച് ബോക്സ് കൊടുത്തു വിടുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ ദിവസം വെറൈറ്റിയാണ് കൊടുത്തു വിടുന്നത്. ചോറ് കൊടുത്തു വിട്ടതുകൊണ്ട് ആ ചോറിൻ്റെ ആ കറികളും ഇവർക്ക് കൊടുത്തു വിടുന്നതൊക്കെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. പിന്നെ മോരുകറി മാത്രം നമ്മൾ ചെറിയൊരു ഡപ്പയ്ക്കകത്ത് നമ്മൾ കൊടുത്തു വിടും. അതല്ല ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാഗിനകത്തൊക്കെ വീഴുമായിട്ട്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.